The ratio of ages of two sisters today is 1:2. സോ തന്നേക്കുന്ന ഡേറ്റ് എഴുതാം. എന്നാൽ തന്നേക്കുന്ന ടുഡേ, ഇന്നത്തെ കണ്ടീഷനാണ് തന്നേക്കുന്നത്. ടുഡേ ദ റേഷ്യോ ഓഫ് ടു സിസ്റ്റേഴ്സ്, ഓക്കെ, രണ്ട് സിസ്റ്റേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അത് നമുക്ക് 1x 2x എന്ന് എഴുതാം. ഓക്കെ, ഹൗഎവർ ആഫ്റ്റർ 4 years, ആഫ്റ്റർ 4 years ആണ് നെക്സ്റ്റ് കണ്ടീഷൻ. ആഫ്റ്റർ 4 years, ഓക്കെ, ആഫ്റ്റർ 4 years ദ റേഷ്യോ വുഡ് ബി 2:3. ആഫ്റ്റർ 4 years റേഷ്യോ എത്രയാണ്? 2:3 ആണ് ആഫ്റ്റർ 4 years കണ്ടീഷൻ. We want to find the age of the elder sister today. So ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നുണ്ട് 1:2 ആണ് ടുഡേ റേഷ്യോ എന്ന് പറയുന്നുണ്ട്. നമ്മൾ 1x 2x എന്ന് എഴുതി. ഇതിൽ ഈ 1x എന്തായാലും യങ്ങർ സിസ്റ്ററിൻ്റെ ആയിരിക്കുമല്ലോ, കാരണം ഇളയ ആൾക്കാർക്കുമല്ലോ പ്രായം കുറവ്. സോ 1x is like യങ്ങർ സിസ്റ്റേഴ്സ് ഏജ് ആൻഡ് 2x എന്ന് പറയുന്നത് നമ്മുടെ എൽഡർ സിസ്റ്ററിൻ്റെ പ്രസന്റ് ഏജ് ആണ്. എൽഡർ സിസ്റ്ററിൻ്റെ പ്രസന്റ് ഏജ് ആണ്. ഓക്കെ, സോ 1x ഉം 2x ആണ് പ്രസന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ 4 years എന്ന് പറയുമ്പോൾ എന്താണ് പറ്റുന്നത്? ആഫ്റ്റർ 4 years പറയുമ്പോൾ 2 പേർക്ക് 4 വയസ്സ് കൂടുകയല്ലേ, 2 ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട്? 4 years കൂടുന്നുണ്ട്. സോ 1x + 4 ആണ് യങ്ങർ ഗേളിന്റെ ഏജ് ആഫ്റ്റർ 4 years. 2x + 4 ആണ് എൽഡർ ആളുടെ ഏജ് ആഫ്റ്റർ 4 years. അങ്ങനെ ഏജ് കൂടുമ്പോൾ എന്ത് പറ്റുന്നു? റേഷ്യോയ്ക്ക് ചേഞ്ച് വരുന്നു. റേഷ്യോ എന്തായി മാറുവാണ്? 2:3 ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. സോ നമുക്ക് എഴുതാം 1x ന് x എന്ന് എഴുതാലോ. x + 4 / 2x + 4 എന്ന് പറയുന്നതാണ് 2/3. 2:3 2/3 എഴുതാം. ഇനി നമുക്ക് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? 3 ഇങ്ങ് വരുന്നു. 2x + 4 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So 3x + 12 is equal to 4x + 8. So 3x അപ്പുറത്ത് പോകുന്നു. 4x - 3x. 8 ഇപ്പുറത്ത് വരുന്നു. 12 - 8 which is equal to 4 is equal to x. So x ന്റെ വാല്യൂ എത്ര കിട്ടി? 4 കിട്ടി. x ന്റെ വാല്യൂ 4 കിട്ടി. പ്രസന്റ് ഏജ് ഓഫ് എൽഡർ സിസ്റ്റർ. എൽഡർ സിസ്റ്ററിന്റെ പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? 2x ആണ് എൽഡർ സിസ്റ്ററിന്റെ പ്രസന്റ് ഏജ്. സോ 2 × x which is equal to 8 years.